ബി ജെ പി സി ജെ പി എന്ന വാദം ഉന്നയിക്കുമ്പോൾ അതിൽ ചില തെളിവുകളുമായിട്ടാണ് ഇത്തവണ കോൺഗ്രസ് വരുന്നത്. വെറുതെ പറയുന്നതല്ല എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. അതിൽ ബി ജെ പി പലയിടത്തും അവർക്ക് നല്ല സ്വാധീനമല്ല, നല്ല വോട്ട് കിട്ടുന്ന ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ 2020 ആ സീറ്റുകൾ കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്കറിയാമല്ലോ. ശബരിമല യുവതീ പ്രവേശം ഏതു തരത്തിൽ സുവർണാവസരമായി ഉപയോഗിച്ചതാണ് ബി ജെ പി. അപ്പോൾ ഇപ്പോൾ ശബരിമല ഒരു വിഷയമേ ആക്കേണ്ടതില്ല എന്ന തീരുമാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എടുക്കുന്നുണ്ടെങ്കിൽ അത് ആരെ സഹായിക്കാനാണ് എന്നുള്ളൊരു സംശയം സ്വാഭാവികമാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത്? സ്മൃതി എന്തോ തെളിവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു എന്തായിരുന്നു? എനിക്ക് ബോധ്യപ്പെട്ടില്ല. കേൾക്കുന്നില്ല ഹർഷോ? അല്ല, കോൺഗ്രസിന്റെ നേതാക്കൾ എന്തോ തെളിവ് നിരത്തി എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചു. അതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തത വന്നില്ല. ജിൻഡോ, കോൺഗ്രസിന്റെ തെളിവാണ് ചോദിക്കുന്നത്. സ്മൃതി കേൾക്കാമോ? കേൾക്കാം. ജിൻഡോ അല്ല, വേറെ എന്തൊക്കെയോ ശബ്ദം കയറി വരുന്നുണ്ട്. ആർഷോ സംസാരിക്കുന്ന ഇടത്തുനിന്ന് മറ്റെന്തോ ശബ്ദം കയറി വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യണം. ജിൻഡോ ഇല്ല, അല്ല ടി വി അല്ല, ജിൻഡോ അല്ല, സ്മൃതി എന്തോ തെളിവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു. കോൺഗ്രസിന്റെ നേതാക്കൾ CPM BJP ഡീലുമായി ബന്ധപ്പെട്ട തെളിവ് ഞാൻ പറഞ്ഞത് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അവർക്ക്, അത് ഞാൻ പറഞ്ഞു കേട്ടില്ലേ ആർഷോ? ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അവർക്ക് നന്നായി വോട്ട് കിട്ടുന്ന, അവർക്ക് മുനിസിപ്പാലിറ്റി ഭരണം കിട്ടിയിടത്ത് പോലും 2020 സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് CPM സഹായിക്കാനാണ് എന്ന ആരോപണം ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അതിന് CPM വ്യക്തമായൊരു പ്രതികരണമില്ല, അതിൽ മിണ്ടുന്നേയില്ല. ഇനി അങ്ങനെയല്ല എങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിർത്താത്തതിനെ കുറിച്ചൊരു പരാതിയും CPM ഇല്ല. അതെന്തുകൊണ്ടാണ്? CPM സഹായിക്കാനാണ് എന്ന് പറയുന്നു. CPM നല്ല സ്ഥാനാർത്ഥികളെ, ശക്തരായ സ്ഥാനാർത്ഥികൾ ഉള്ളയിടത്തും BJP ദുർബലരെ നിർത്തി സഹായിക്കുന്നുണ്ട് എന്നുള്ള വാദമാണ് പല മണ്ഡലങ്ങളായി ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രതികരണമില്ല എന്നുള്ളതൊരു വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, എല്ലാ പ്രതികളും സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ അതും ഒരു വിഷയം. ഇതൊന്നും തന്നെ BJPക്ക് വിഷയമാകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നതും സംശയകരമാണ്. ആർഷോ? അല്ല സ്മൃതി, ഇതിനകത്ത് ഇപ്പോൾ സ്മൃതി രണ്ടാമത് സൂചിപ്പിച്ചപ്പോൾ ആരോപണം എന്നുള്ള വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നേരത്തെ അങ്ങെന്തോ തെളിവ് എന്ന് സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് ചോദിക്കുന്ന നിലയുണ്ടായത്. അപ്പോൾ ആരോപണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. ഇപ്പോൾ ഇതിനോടകം തന്നെ അങ്ങ് സൂചിപ്പിച്ച് BJPയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഒരു നിലയ്ക്കുള്ള അലിഗേഷൻ ഞങ്ങൾ ഉയർത്തിയിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞത് തെറ്റായിട്ടുള്ള വാദമാണ്. വിവിധ മണ്ഡലങ്ങളിൽ അങ്ങ് സൂചിപ്പിച്ച തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ വ്യക്തമായി ഇത് കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം ജില്ലയ്ക്കകത്തെ വിവിധ സീറ്റുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിട്ട് പുറത്തു വന്ന് ഏതെല്ലാം നിലയിലാണ് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട BJP ഉൾപ്പെടെ മത്സര രംഗത്തേക്കുള്ള സീറ്റുകൾക്കകത്ത് ധാരണ ഉണ്ടാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് മാധ്യമങ്ങളോടടക്കം പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് സ്മൃതിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതല്ല, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ സാധ്യതകളൊക്കെ ആർക്കും ഏത് നിലയ്ക്ക് വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. അതിനുമപ്പുറത്ത് നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടും ഏതെല്ലാം നിലയിലാണ് പല സന്ദർഭങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിൽ കേരളത്തിനകത്ത് പരസ്യമായ ബാന്ധവം രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എത്രയോ ഉദാഹരണങ്ങൾ. അത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1960 മുതൽ, ഇപ്പം എൻ്റെ ജില്ലക്കകത്ത് പട്ടാമ്പിയിലാണല്ലോ 60-ൽ ഒരു സംയുക്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. തുടർന്ന് ഇങ്ങോട്ട് വിവിധ സന്ദർഭങ്ങളിൽ 71-ലുണ്ട്, 80-ലുണ്ട്, 90-കളുടെ ആരംഭത്തിലുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിൽ വളരെ പ്രത്യക്ഷമായി BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ധാരണകളുടെ ചരിത്രം ഈ നാടിൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകമായി നിൽക്കുന്നുണ്ട്. ഇനി ഒരുപാട് പുറകേക്ക് പോകേണ്ട കാര്യമില്ല. മോദി ഭരണകാലം തൊട്ടുള്ള കാലം ഒന്ന് എടുക്കുക ആർഷോ. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് ശക്തമായിരുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞ മോദി അധികാരത്തിൽ വന്ന കാലം തൊട്ട് എടുക്കുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് സഖ്യം? ആദ്യ അവസരമല്ലേ? ശരി,
അങ്ങ് ദയവ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാനലിനകത്ത് ഒരു മുന്നണിയിൽ നിന്നുള്ള 3 പ്രതിനിധികളുണ്ട്. അങ്ങ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നടക്കം പേരിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ള ആൾ ഉൾപ്പെടെ UDF-ന്റെ ഘടകകക്ഷിയുടെ നേതാവാണ്. ആ നിലയ്ക്ക് സ്മൃതി അടക്കം ചെയ്യുമ്പോൾ 3 ആളുകളുണ്ട് ഈ പറഞ്ഞവർക്ക് UDF മുന്നണിക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി. ആദ്യഘട്ടം മുതൽ തന്നെ അങ്ങ് ദയവ് ചെയ്ത് ഇടപെടാതിരിക്കുക. ഇനി അങ്ങ് പറഞ്ഞതുപോലെ മോദി ഭരണത്തിന് കീഴിലുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ നമ്മളെടുത്ത് പരിശോധിച്ചോ. 2 തവണയാണ് BJP വിവിധ തെരഞ്ഞെടുപ്പുകളിലായി കേരളത്തിൽ വിജയിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അതൊന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്താണ് സ്മൃതി. നേമത്ത് എങ്ങനെയാ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നത്? തൊട്ട് മുൻപുണ്ടായിരുന്ന UDF-ന്റെ വോട്ട് എത്രയായിട്ടാണ് കുറഞ്ഞത് 2016 എന്നതിന്റെ നേർചിത്രം നമ്മുടെ മുൻപിലില്ലേ? നമ്മുടെ മുൻപിലുണ്ടല്ലോ. എങ്ങനെയാണ് UDF-ന്റെ വോട്ടുകൾ അങ്ങനെ പോയി BJP-യുടെ ഒരു സ്ഥാനാർത്ഥി മോദി ഭരിക്കുന്ന ഇന്ത്യക്കകത്ത് കേരളത്തിൽ 2016 ഒരു സീറ്റ് വിജയിച്ചെന്നുള്ളതിനെ സംബന്ധിച്ച് പോട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ BJP എങ്ങനെ ഒരു ലോക്സഭാ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു എന്നുള്ളതിന്റെ സ്മൃതി കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ അവരുടെ സിറ്റിംഗ് MP-യെ മാറ്റി. ഞങ്ങളാണോ മാറ്റിയത്? ഞങ്ങളല്ല മാറ്റിയത്. ആ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് 3ാമതാകാണ്, 3ാം സ്ഥാനത്തേക്ക് പോകും. ഞങ്ങളവിടെ വോട്ട് കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട് നേരെ BJP. ഞാൻ പറയട്ടെ, അതിന് ദുർബലനായ സ്ഥാനാർത്ഥിയുടെ അല്ല, തെരഞ്ഞെടുപ്പ് വിധിക്കിപ്പുറം കോൺഗ്രസിന് അവരുടെ DCC പ്രസിഡന്റിനെതിരെ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. ആ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ സന്ദർഭം വരെ പുറത്തുവിടുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടല്ല, അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ പൊളിറ്റിക്കൽ വോട്ട് മറിച്ചു കൊടുത്ത് BJP ജയിപ്പിക്കുന്ന കാഴ്ചക്ക് നമ്മൾ സാക്ഷി വഹിച്ചത്. പറഞ്ഞോളൂ, അതൊരു വാദമായി അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു നിശബ്ദതയുടെയും കാര്യമില്ല സ്മൃതി. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നു എന്ന് സ്മൃതി പറഞ്ഞ ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിലൊരു പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നടന്ന വോട്ട് കച്ചവടത്തിന്റെ കാര്യമാണ്. വോട്ട് മറിച്ചതിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ ചെയ്തതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഇങ്ങനെ കേരളത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2014 ഇപ്പുറം കോൺഗ്രസ് പച്ചയ്ക്ക് നിന്ന് ചെയ്തതിന്റെ തെളിവ്, അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നയസമീപനം എന്താ? ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഘപരിവാറിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിലും അല്ലാതെയും ഇടതുപക്ഷം ഈ കേരളത്തിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അല്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാദം ഉന്നയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയോ? സ്മൃതി അല്ല, നമുക്ക് ദീർഘമായി പോകാൻ സമയമില്ല. അങ്ങയോടൊരു അഭിമുഖത്തിന് ഇരിക്കുന്നതിന് വന്നതല്ല ഞാൻ. അത് സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുഴുവൻ കയറിക്കൊണ്ടിരിക്കല്ലേ. ഇതിന് തൊട്ട് മുമ്പ് ജിൻഡോ സംസാരിച്ചപ്പോ ഒരു തവണ അങ്ങ് ഇടപെടുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ഇത് മാന്യതയാണോ സ്മൃതിയുടെ ഒരു സംവാദത്തിന് വന്നിരിക്കുമ്പോൾ ഈ മാന്യത പ്രതീക്ഷിക്കുന്നത് മഹാപരാധാണെന്ന് നല്ല ബോധ്യരിക്കുന്നുണ്ട്. എന്നിട്ടും വരുന്നത് എന്റെ പാർട്ടി ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങ് ഇവിടെ വന്നൊരു കാര്യം സംസാരിക്കാൻ അനുവദിക്കില്ല. ആദ്യഘട്ടം മുതൽ സ്വാഭാവികമായിട്ട് സാധാരണ ചെയ്യല് രണ്ടാമത്തെ ഒരു അവസരം മുതൽ ഇങ്ങനെ ഇടപെടുക എന്നുള്ളതാണ്. അങ്ങ് രണ്ടാമത്തെ അവസരത്തിൽ ഇടപെട്ടത് ആദ്യം ഇത് വേറെ ആർക്കും ബാധകമല്ലല്ലോ. ഇത് ജിൻഡോയ്ക്ക് ബാധകമായിരുന്നു. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാത്തോണ്ടാണ് ഞാൻ ആർഷയോട് വീണ്ടും ചോദിച്ചത്. അപ്പോൾ അങ്ങ് അത് പറഞ്ഞില്ല. ശരി, ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയൂ. നമ്മുടെ ചോദ്യം തന്നെ അതാണല്ലോ. സ്മൃതി, ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരള പൊതുസമൂഹം ഇതിനോടകം തന്നെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി ജിൻഡോ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെയോ അല്ലെങ്കിൽ അങ്ങടക്കം സൂചിപ്പിച്ചതുപോലെയോ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആര് എന്നുള്ളതിനെ സംബന്ധിച്ചും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആര് എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് ബോധ്യമുള്ള കാര്യമല്ലേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള SIT യുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട്
ആ SITക്ക് രൂപം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതി ബെഞ്ച് അടക്കം ഇതുവരെ അതിനകത്ത് ഒരു അവിശ്വാസവും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചും ആ അന്വേഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആ അന്വേഷണത്തിനകത്ത് വിശ്വാസമുണ്ട്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഏറ്റവും കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകണം. ആര് കുറ്റക്കാരെങ്കിലും അവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനകത്തുള്ള സ്റ്റാൻഡ്. അതിലൊരു തർക്കവുമില്ല. ഇനി നേരത്തെ അല്ലെങ്കിൽ ഇന്ന് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നതിന് കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞ ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനമാണല്ലോ. സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്തോട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. അവരെ ചർച്ച ചെയ്തോട്ടെ. സ്വാഭാവികമായും അവർ ആ ചർച്ച ഉയർത്തി കൊണ്ടുവരുമ്പോൾ കേരള പൊതുസമൂഹത്തിനകത്ത് വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതീവ സുരക്ഷ ഉള്ള 10 ജനപദത്തിനകത്തടക്കം ഇതേ രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ ഔദ്യോഗിക വസതിക്കകത്ത് ഈ പറഞ്ഞ സ്വർണ്ണ കൊള്ള നടത്തിയയാളും സ്വർണം വിറ്റയാളും സ്വർണം വാങ്ങിയയാളും ഒന്നല്ല പലയാവർത്തി വന്നു നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച്, ആര് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിനെ സംബന്ധിച്ച്, കൂട്ടിക്കൊണ്ടുപോയി ദിവസങ്ങളോളം എന്ത് സംസാരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്, എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരുത്തുന്നതിനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ പറഞ്ഞ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടല്ലോ. അതിലൊരു കേസ് എടുക്കൂ, അന്വേഷണത്തിന് ഉത്തരവിടൂ എന്നുള്ള കാര്യം ആർഷയോട് പറഞ്ഞത് കേട്ടല്ലോ ജിൻഡോ. ഇനി ഇക്കാര്യത്തിൽ അങ്ങ് പറഞ്ഞു കോടതിയിൽ വിശ്വാസം. ഒരു മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. കോടതിയിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ കോടതിയിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ SITയുമായി ബന്ധപ്പെട്ട ആർഷയുടെ വിശ്വാസക്കുറവിനെ കുറിച്ചല്ല ചോദിച്ചത്. അത് നിങ്ങളുടെ പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു എന്ന ചോദ്യമാണ്. അങ്ങ് ഈ കോടതിയിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ കൊടിമരക്കൊള്ള എന്ന നിങ്ങളുടെ ആരോപണവും ഈ പറഞ്ഞ കോടതി തന്നെയാണ് തള്ളിയിരിക്കുന്നത്. അപ്പോൾ അതിലും ആ വിശ്വാസം നിങ്ങൾ രേഖപ്പെടുത്തുകയാണ് എന്ന് ഞാൻ കരുതട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംവിധാനത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, അതിനെ സ്വതന്ത്രമായി അതിനെ എല്ലാ തലത്തിലുമുള്ള അന്വേഷണം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. ഇനി ഞങ്ങളുടെ നിർദ്ദേശത്തിന്റെ പ്രകാരമല്ലല്ലോ ആ SIT മുന്നോട്ട് പോകുന്നത്, ആ SIT പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിന്റെ മേൽനോട്ടത്തിലല്ലേ ആ അന്വേഷണ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിന്റെ തുടർച്ചയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ മാതാവിന്റെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുമായുള്ള ബന്ധം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വരട്ടേന്നേ, ശരി, അത് വരട്ടെ, ശരി, അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SITയോട് ഞങ്ങളല്ലോ നിർദ്ദേശം കൊടുക്കേണ്ടത്. ഞങ്ങളല്ലോ നിർദ്ദേശം കൊടുക്കേണ്ട ആളുകൾ. ഞങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ. ഞങ്ങൾ പ്രഷർ ചെലുത്തി പ്രവർത്തിപ്പിക്കേണ്ടുന്ന ഒരു സംവിധാനമല്ലോ. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന്റെ മറ്റു കാര്യങ്ങൾ നോക്കിക്കൊള്ളട്ടെ. കേസും ഈ സ്വർണ്ണപ്പാളി കേസും സോണിയാഗാന്ധിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം. പക്ഷേ അകത്ത് കിടന്നത് നിങ്ങളുടെ നേതാക്കളാണ്. സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു വന്നതും നിങ്ങളുടെ നേതാക്കളാണ്. സ്മൃതി, വളരെ ബഹുമാനത്തോടെ വളരെ വിനയത്തോടെ അങ്ങയോട് ഞാൻ പറയാണ്, നേരത്തെ ജിൻഡോ ഉൾപ്പെടെ സൂചിപ്പിച്ച അങ്ങ് ചോദ്യമായി ഉയർത്തിയ വിഷയങ്ങൾക്കകത്ത് എനിക്ക് പറയാനുള്ള എന്റെ നിങ്ങളല്ലേ ഇതിനകത്ത് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മൃതി നോക്കൂ, നമ്മൾ ബഹളം വെച്ചാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് അങ്ങേക്ക് ഒളിച്ചോടാമെന്നുള്ള തന്ത്രമാണ്. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് ആർഷോ. ഭയങ്കര തന്ത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സ്മൃതി, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്താ സ്മൃതിയുടെ പ്രയാസം എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ ഡീൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രമല്ല ഈ വിഷയത്തിനകത്ത് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ പറയും. സ്മൃതിക്ക് പ്രശ്നം ഉണ്ടാവും. സ്മൃതിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് RSSനോട് സംഗതി ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയട്ടെ മാഡം, ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ കുനിഞ്ഞുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ നിങ്ങൾ പറഞ്ഞെന്താ? VD സതീശൻ തിരിഞ്ഞു നോക്കിയപ്പോ കുനിഞ്ഞു നിന്നപ്പോ മറ്റേ നിലവിളക്കിന്റെ പുറകിലൊരു ഗോൾവാൾക്കർ എന്ന് പറഞ്ഞ ആളാണല്ലോ സ്മൃതി. ആ സ്മൃതിക്ക് പ്രയാസം കാണും.
ആ സ്മൃതിക്ക് അതെപ്പോ കേട്ടു? നിലപാട് അത് ഞാൻ എവിടെ പറഞ്ഞു ആർഷോ? അങ്ങനെ വിഷമവും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എവിടെ പറഞ്ഞു ആർഷോ? ചർച്ചയ്ക്ക് അല്ല, വിളിക്കാതിരിക്കുക. അങ്ങ് ഈ ആരോപണം ഉന്നയിച്ച് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ട. എന്റെ ചർച്ചയുടെ വിഷയത്തിലുള്ള മറുപടികൾ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് ഉറപ്പായിട്ടും പോകും ആർഷോ. ഞാൻ ആർഷോയ്ക്ക് പറയാനുള്ളത് പറയാം. ആ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ്. ഈ പറഞ്ഞ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത വിഷയവും നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്താണ്. അന്ന് ആർഷോ ആയിരുന്നില്ല എന്റെ അതിഥി, അത് CPM തന്നെ തന്ന മറ്റൊരു അതിഥിയായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നത്. നമ്മുടെ സമയക്കുറവ്, നമുക്ക് ബ്രേക്കിന് പോകണം. സ്മൃതിയുടെ അഭിപ്രായം ഈ നാട് കേട്ടതാ. ആ നാട് കേട്ട കാര്യങ്ങൾ അങ്ങ് എടുത്തു വെച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല, അത് അങ്ങയുടെ തോന്നലാണ്. എന്റെ അഭിപ്രായം പറയാനുള്ള വേദിയിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അതേക്കുറിച്ചുള്ള ചർച്ചയല്ലോ നമ്മുടെ ഈ ചർച്ച. നമ്മുടെ ഈ ചർച്ച അതല്ലല്ലോ ആർഷോ. എന്തിനാ വെറുതെ ഈ വിഷയത്തിലേക്ക് അഭിപ്രായത്തെ സംബന്ധിച്ച് അഭിപ്രായമുള്ള സ്മൃതിക്ക് ഇടതുപക്ഷത്തിന് അഭിപ്രായം കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രയാസമില്ല. എനിക്ക് നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായത്തോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ആർഷോ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. എനിക്ക് എത്ര മിനിറ്റ് സമയം അനുവദിച്ചു തരും? ഒരു 3 മിനിറ്റ് 4 മിനിറ്റ്. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് എനിക്ക് അനുവദിച്ചെന്ന 5 മിനിറ്റിന് ബഹുഭൂരിപക്ഷ സമയവും അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ചർച്ചയുടെ മുക്കാൽ പങ്ക് ഒരു രാഷ്ട്രീയ മുന്നണിയിലെ 2 പാർട്ടിയുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ പ്രതിനിധി, അതേപോലെ തന്നെ UDF മുന്നണിക്കകത്തെ RSPയുടെ നേതാവ്, ഈ 2 പേരും ഈ ചർച്ചയുടെ മുക്കാൽ സമയവും എടുത്ത് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതിനകത്ത് മറുപടി പറയുന്നതിന് വേണ്ടി അങ്ങ് ഈ ചർച്ചയുടെ അവസാനത്തെ 2 മിനിറ്റ് എനിക്ക് അനുവദിച്ചു തരികയാണ്. എന്ത് വിരോധാഭാസമാണ്! ഞാൻ ഈ പറഞ്ഞ എനിക്ക് വേറെ പണിയില്ലാതെ നടക്കുന്ന ആളല്ല, അങ്ങ് മനസ്സിലായിക്കോ. എൻ്റെ 1 മണിക്കൂർ സമയം ഇവിടെ റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്ന നേരത്ത് എനിക്ക് 100 പണി ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. ശുദ്ധ തോന്നിവാസാണ് അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യതയില്ലായ്മയാണ് ഇത്. മാധ്യമ പ്രവർത്തനാണോ അതെങ്കിൽ മറ്റെന്തെങ്കിലും ഇവർ ഈ 3/4 മണിക്കൂർ സമയം എന്റെ അതിഥികളിൽ നേതാക്കളാരുമില്ല. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. നേരത്തെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല എന്നതുകൊണ്ട് ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം ഒരു അംഗത്വം എടുത്തു എന്നേ ഉള്ളൂ. സമയം കളയാണ്ട് ആർഷോ മറുപടി പറയൂ. ആർഷോ, ഇത് എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? ആർഷോ പകുതി സമയവും ബഹളത്തിന് സമയം കളയാണ്, ഉത്തരത്തിലേക്ക് വരുന്നില്ല. എടുത്തു നോക്കൂ ആർഷോ, എടുത്തു നോക്കിയാൽ മതി. ഈ 1 മണിക്കൂർ ചർച്ചയുടെ 3/4 മണിക്കൂർ 2 മിനിറ്റിൽ ഞാൻ ഇതിന് മറുപടി പറയണമെന്ന് പറയുന്നത്. ഞാൻ 4 മിനിറ്റ് മറുപടി പറയാൻ ഞാൻ 4 മിനിറ്റ് പറഞ്ഞല്ലോ. 3 മിനിറ്റ് ബഹളം വെക്കുകയാണല്ലോ ആർഷോ. ഇത്തരത്തിലുള്ള ചർച്ചക്കകത്ത് പങ്കെടുക്കാനും താല്പര്യപ്പെടുന്നില്ല. ജനാധിപത്യപരമായി പെരുമാറും ആർഷോ. നോക്കൂ, ഇത് എന്തിനാണ് ഒരാവശ്യമില്ലാത്ത ബഹളമാണ് ആർഷോ. ഒരു ജനാധിപത്യത്തിലുള്ള സ്മൃതി അങ്ങ് ജനാധിപത്യം ഒന്നും പറയല്ലേ. അങ്ങ് ജനാധിപത്യം നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? പല അഭിപ്രായങ്ങളെ കേൾക്കുന്നതിൽ എന്താണ് അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ട് ആർഷോ? എന്ത് പ്രശ്നമാണ് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത്? ആർഷോയ്ക്ക് മാത്രമാണ് പ്രശ്നം. അങ്ങ് 2 മിനിറ്റ് ആർഷോ പറഞ്ഞോളൂ, സമയമല്ലേ തരുന്നത്. ആർഷോ പറയൂ. ആർഷോയ്ക്ക് പറയാനുള്ള സമയമാണ്. സമയം കളയാണ്ടിരിക്കും. ശ്രുതി, അങ്ങയോട് ചർച്ച നടത്താനും അങ്ങയുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലിന് ഇരുന്ന് തരാനും എനിക്ക് താല്പര്യവുമില്ല, സമയവുമില്ല. അങ്ങ് നടത്തിക്കോ ദയവ് ചെയ്ത്. ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികളെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുക. ചർച്ചയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ 8 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകൽ നടത്തുന്ന ഇത് കുഴപ്പമില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല ആർഷോ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഉപചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു അതിഥിയായി ആർഷോ ഇരിക്കുന്നത് എന്താണ്? ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളതാണ്. ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആർഷോന് പ്രശ്നമില്ലായിരുന്നു. ഇന്ന് എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല.